മലയാളം ഹൊറർ സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ അനുഭവം പങ്കുവച്ചിരിക്കുന്നത് അരുൺ രാജൻ. ഞാനിന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത് എനിക്ക് ഇന്നും ഉത്തരം കിട്ടാത്ത, ഇന്നും എന്നെ ഭയപ്പെടുത്തുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ്. ഈ സംഭവം നടക്കുന്നത് ഏകദേശം 10 വർഷങ്ങൾക്ക് മുന്നെയാണ്. കൃത്യമായി പറഞ്ഞാൽ 2016. ഞാൻ അന്ന് കോഴിക്കോട് ഒരു കമ്പനിയിൽ അസിസ്റ്റൻറ്റ് സിവിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്ന കാലമായിരുന്നു. എഞ്ചിനീയറിംഗ് വരെയൊക്കെ പഠിച്ച ഒരാൾ എന്ന നിലയിൽ ഞാൻ കുറച്ച് യുക്തിപരമായ രീതിയിൽ കാര്യങ്ങൾ കാണുന്ന ഒരാളായിരുന്നു. പ്രേതം, ഭൂതം അങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നും അതുവരെ എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഈ സംഭവത്തിന് ശേഷം എനിക്കൊരു കാര്യം ബോധ്യമായി. മനുഷ്യൻ്റെ യുക്തിക്കും വ്യക്തമാകാത്ത പല കാര്യങ്ങളും നമ്മുടെ ഭൂമിയിലുണ്ട്. എൻ്റെ ശരിക്കുള്ള സ്വദേശം മലപ്പുറം ജില്ലയിലാണ്. അവിടെയുള്ളൊരു ചെറിയ ഗ്രാമം, പേര് പള്ളിപ്പുറം. പക്ഷേ ഇന്ന് ഗ്രാമമെന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം വികസനങ്ങളൊക്കെ വന്നിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഇന്നത്. 2016 നവംബർ ഞാൻ കോഴിക്കോട് നിന്ന് എൻ്റെ നാട്ടിലേക്ക് വരികയായിരുന്നു. രാത്രി ഏകദേശം 11:30 ആയപ്പോൾ ഞാൻ പെരിന്തൽമണ്ണയിൽ ബസ് ഇറങ്ങി. അവിടെ നിന്നും ഏകദേശം ഒരു 25 മിനിറ്റ് യാത്ര ഉണ്ട് എൻ്റെ ഗ്രാമത്തിലേക്ക്. ആ സമയങ്ങളിൽ അവിടെ നിന്നുള്ള ഏക മാർഗമെന്ന് പറയുന്ന ഒരു ഓട്ടോ പിടിക്കുകയാണ്. സാധാരണ ആ സമയങ്ങളിൽ അവിടെ ഓട്ടോ ഉണ്ടാവാറുണ്ട്. പക്ഷേ അന്നവിടെ ഓട്ടോയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് പരിചയമുള്ള ഓട്ടോകളൊന്നും ഞാൻ കണ്ടില്ല. കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഒരു ഓട്ടോ വന്നു. ഞാൻ അതിന് കൈ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ചേട്ടാ പള്ളിപ്പുറം വരെ പോകുമോ? പുള്ളി വളരെ ശാന്തമായി എന്നോട് പറഞ്ഞു, കയറിക്കോളൂ. എല്ലാം വളരെ സാധാരണമായിരുന്നു. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാത്തൊരു നിശബ്ദത തോന്നി. ഡ്രൈവർ ഒന്നും സംസാരിക്കുന്നില്ല. സാധാരണ ഗ്രാമങ്ങളിലെ ഓട്ടോ ഡ്രൈവേഴ്സ് ഒരുപാട് സംസാരിക്കുന്ന ആളുകളാണ്. നമ്മുടെ വീടും ജോലിയും ഉൾപ്പെടെ കുടുംബത്തിൻ്റെ എല്ലാ വിശേഷവും അന്വേഷിച്ചറിയുന്നൊരു സ്വഭാവം. പക്ഷേ ഇവിടെ ഇയാൾ ഒന്നും സംസാരിക്കുന്നില്ല. അതെനിക്ക് കുറച്ച് വിചിത്രമായി തോന്നി. ഞാനും ഒന്നും മിണ്ടിയില്ല. മിണ്ടാതെ തന്നെ അവിടെ ഇരുന്നു. ഗ്രാമത്തിൻ്റെ റോഡിലേക്ക് കടന്നപ്പോൾ വഴി പൂർണ്ണമായും ശൂന്യമായിരുന്നു. ചെറുതായി മഞ്ഞിറങ്ങിയിട്ടുണ്ട്. ചന്ദ്രൻ്റെ വെളിച്ചത്തിൽ റോഡ് സൈഡിലെ മരങ്ങളുടെ നിഴൽ റോഡിലേക്ക് വീണെടുക്കുന്നത് കാണാമായിരുന്നു. പിന്നെ ഓട്ടോയുടെ വെളിച്ചത്തിൽ ചെറുതായി മുന്നിലെ റോഡും കാണാം. പെട്ടെന്ന് ഡ്രൈവർ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇവിടുത്തെ ആളാണോ? ഞാൻ പറഞ്ഞു, അതെ, എൻ്റെ വീട് ഇവിടെ തന്നെയാണ്. പക്ഷേ അയാൾ മറുപടിയൊന്നും പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗ്രാമത്തിലെ ഒരു പഴയ പാലത്തിൻ്റെ അടുത്തെത്തി. ആ പാലം ഗ്രാമത്തിൽ കുറച്ച് അറിയപ്പെടുന്നൊരു സ്ഥലമാണ്. അവിടെ കുറച്ച് നാൾക്ക് മുന്നേ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്. ഒരു ഓട്ടോ കൺട്രോൾ വിട്ട് താഴേക്ക് മറിഞ്ഞു. അതിലുണ്ടായിരുന്ന ഒരു ഗർഭിണിയായ സ്ത്രീയും ഡ്രൈവറും മരിച്ചു. ആ പാലത്തെക്കുറിച്ചും പല കഥകളും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനതൊന്നും വലിയ കാര്യമായി എടുത്തിരുന്നില്ല. പാലം കയറുമ്പോഴേക്കും ഓട്ടോ പെട്ടെന്ന് സ്ലോ ആയി. ഞാൻ ചോദിച്ചു, എന്തു പറ്റി ചേട്ടാ? ഡ്രൈവർ പറഞ്ഞു, പാലത്തിൽ ആരോ നിൽക്കുന്നുണ്ട്. ഞാൻ മുന്നോട്ട് നോക്കി. പാലത്തിൻ്റെ നടുവിലായി ഒരു സ്ത്രീ ഓട്ടോയ്ക്ക് കാണിച്ച് നിൽക്കുന്നു. പക്ഷെ വളരെ നിശ്ചലമായ ഒരു നിൽപ്പായിരുന്നു അത്. ഓട്ടോ ഇപ്പോൾ അവളുടെ അടുത്തെത്താറായി. ഡ്രൈവർ ഹോൺ അടിച്ചു. പക്ഷേ അവൾ അനങ്ങുന്നില്ല. വണ്ടി ഇപ്പോൾ അവളുടെ അടുത്തെത്തി. അവൾ പതിയെ തലതിരിച്ചു ഓട്ടോയുടെ അകത്തേക്ക് നോക്കി. ഞാൻ അവളെ വ്യക്തമായി കണ്ടു. അവളുടെ കണ്ണുകൾക്ക് ജീവനുണ്ടായിരുന്നില്ല. വെള്ളത്തിൽ വീണ് മരിച്ച ആളുകളെപ്പോലെ തന്നെ അവളുടെ ശരീരം രക്തമില്ലാത്ത പോലെ വെളുത്തിരിക്കുന്നു. അവളെ കണ്ടപ്പോൾ ഡ്രൈവർ വല്ലാത്ത ഭയത്തിലെന്ന പോലെ ഓട്ടോ ഒന്ന് വെട്ടിച്ചു. മറിയാൻ പോയ പോലെയായി. എന്നിട്ട് അയാൾ വണ്ടി കൺട്രോൾ ചെയ്തു. ആക്സിലേറ്റർ തിരിച്ചു. സ്പീഡ് കൂട്ടി വേഗത്തിൽ പാലമിറങ്ങാൻ വേണ്ടി ശ്രമിച്ചു. അവളെ കണ്ടതും ആ വണ്ടി കൺട്രോൾ വിട്ട് പോകുന്നതുമൊക്കെയായി ഞാനും ഭയന്നിരുന്നു. ഞാൻ പതിയെ ചോദിച്ചു, എന്താ ചേട്ടാ, ആരാ അത്? അയാൾ ഒരു വാക്ക് മാത്രം പറഞ്ഞു. അവൾ വീണ്ടും വന്നു. വണ്ടി അവളെ ക്രോസ് ചെയ്തു പോയപ്പോൾ ഓട്ടോയുടെ പുറകിലൂടെ ഞാൻ നോക്കി അവളെ. അവൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു ഭയപ്പെടുത്തുന്ന ചിരിയോടെ ഞങ്ങൾ പോകുന്നത് നോക്കിക്കൊണ്ടാണ് അവളെ നിൽപ്പ്. ഒരു ഞൊടിയിടയിലായിരുന്നു എല്ലാം സംഭവിച്ചത്. എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ എൻ്റെ കാലുകൾ വിറക്കുന്നുണ്ടായിരുന്നു. അവളുടെ തണുത്ത മരവിച്ച ആ മുഖവും ഭീതിപ്പെടുത്തുന്ന ചിരിയും എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഭയമുണ്ടാക്കി. ആ മുഖം മനസ്സിൽ പതിഞ്ഞതുപോലെ. കുറച്ച് നേരങ്ങൾക്ക് ശേഷം വണ്ടി എൻ്റെ വീടിനടുത്തെത്തി. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഡ്രൈവറോട് ചോദിച്ചു, ചേട്ടാ എത്രയായി? അയാൾ പറഞ്ഞു, എന്തെങ്കിലും തന്നാൽ മതി. ഞാനൊരു 50 രൂപ എടുത്ത് അയാളുടെ കൈകളിൽ വെച്ചു. പക്ഷേ എനിക്കൊരു ഷോക്ക് ഇട്ടതുപോലെയായിരുന്നു അയാളുടെ കയ്യിൽ സ്പർശിച്ചപ്പോൾ. തണുത്തുറഞ്ഞിരിക്കുന്നു. അയാളൊന്നും മിണ്ടാതെ വണ്ടി എടുത്തു പോയി. പിറ്റേ ദിവസം ഞാൻ നാട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ അങ്ങാടിയുടെ ചായക്കടയിൽ ഇരിക്കുമ്പോൾ അവിടുത്തെ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ നമ്മുടെ പഴയ പാലത്തിൻ്റെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയാൾ ചോദിച്ചു, എന്തു പറ്റി? അല്ല, ഞാനിന്നലെ രാത്രി വരുമ്പോൾ അവിടെ ഒരു സ്ത്രീയെ കണ്ടതുപോലെ തോന്നി പാലത്തിൽ. വണ്ടി മറിയാൻ പോയി, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാ. അവരുടെ മുഖം മാറി. ഒരു പേടി അവരുടെ മുഖത്ത് പടരുന്നത് എനിക്ക് കാണാമായിരുന്നു. അടുത്തിരുന്നൊരു ചേട്ടൻ എന്നോട് പറഞ്ഞു, അവിടെ പാതിരാത്രികളിൽ പലരും ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ പറയുന്നുണ്ട്. ഓട്ടോയിൽ വരുമ്പോൾ
അവിടെ നിന്ന് പോകുന്നു, ബൈക്ക് തെന്നി മറിയാൻ പോകുന്നു, അങ്ങനെ പല രീതിയിൽ അപകടം വരുന്നുണ്ട് എന്ന്. എന്നിട്ട് ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, അവിടെ അന്ന് ആക്സിഡൻറ്റിൽ മരിച്ചവരുടെ പ്രേതാത്മാക്കളുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും പലതരത്തിലുള്ള അനുഭവങ്ങളാണ് വരുന്നത്. പെട്ടെന്ന് ആ കടക്കാരൻ ഒരു പത്രമെടുത്ത് എൻ്റെ കയ്യിൽ തന്നു. എന്നിട്ട് പറഞ്ഞു, അതിലുണ്ട് അവിടെ മരിച്ച ആളുകളുടെ ഫോട്ടോ, നോക്കിയാൽ മതിയെന്ന്. ഞാൻ പതിയെ പത്രത്തിൻ്റെ താളുകൾ മറിച്ച് നോക്കി. ആ ഫോട്ടോകൾ കണ്ടപ്പോൾ എൻ്റെ ശരീരത്തിൽ മിന്നലേറ്റതുപോലെ ആയിപ്പോയി. അതിലുണ്ടായിരുന്ന ചേട്ടൻ, അയാളാണ് എന്നെ ഇന്നലെ വീടിൻ്റെ അവിടെ കൊണ്ടാക്കിയത്. എനിക്ക് എന്ത് പറയണമെന്നൊരു അറിയില്ലാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ കുറച്ചു നേരം അവിടെ നിശ്ചലമായിരുന്നു. എന്നിട്ടൊന്നും മിണ്ടാതെ വീട്ടിലേക്ക് നടന്നു. 5-6 വർഷങ്ങൾക്ക് മുന്നേ മരിച്ച ഒരാളുടെ കൂടെയായിരുന്നു ഞാൻ തലേദിവസം യാത്ര ചെയ്തെന്ന് ഓർത്തപ്പോൾ എൻ്റെ രക്തം തണുത്തുപോയി. ആ 2 മുഖങ്ങളും ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അത് മായാതെ തന്നെ നിൽക്കുന്നു. ഈ അനുഭവത്തിന് ശേഷം പിന്നെ ഞാൻ ഒരിക്കലും രാത്രി സമയങ്ങളിൽ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ല. 6-7 മണിക്ക് മുന്നേ എത്താൻ പറ്റുമെങ്കിൽ മാത്രമേ ഞാൻ ജോലി കഴിഞ്ഞ് ഇന്ന് നാട്ടിലേക്ക് പോകാറുള്ളൂ. ആ പാലവും സ്ഥലവും എല്ലാം ഇന്നും അതുപോലെ തന്നെ എൻ്റെ നാട്ടിലുണ്ട്. അവിടുത്തെ ഓരോ അനുഭവങ്ങളും കഥകളായി എൻ്റെ നാട്ടിൽ ഇപ്പോഴും പടർന്നു നടക്കുന്നു. പക്ഷേ ഞാൻ ഈ കാര്യങ്ങളൊന്നും ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. എനിക്കെൻ്റെ യുക്തിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു രാത്രിയായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പറഞ്ഞാലും ആരെങ്കിലും വിശ്വസിക്കുമെന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ രാത്രിയിലെ അനുഭവം എനിക്കിന്നും ഒരു ഭീതിയാണ്. നമുക്ക് ചുറ്റും നമ്മൾ പോലെ അറിയാത്ത പല സത്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ ഭീതി. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. രാത്രിയിൽ ഒരു ഓട്ടോയിലോ കാറിലോ കയറി നമ്മൾ ആളുകളില്ലാത്ത വഴിയിലൂടെ പോകുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ നമ്മുടെ കൂടെ ആരാണുള്ളതെന്ന്? ഇതിന്നും എനിക്ക് ഉത്തരം കിട്ടാത്തൊരു ചോദ്യവും ഭീതിയുമായി നിൽക്കുന്നു.